മാറിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അയാൾ വെട്ടി താഴെ ഈ ക്ലീവേജ് കാണിക്കാനായിട്ട് ഈ വസ്ത്രം മുഴുവൻ ഉണ്ടാക്കുന്നതിനാണ്. സകലം മറച്ചിട്ട് അവിടെ ഒരു വെട്ടിടുമല്ലോ. അണ്ടത്തിന് വലിയ വിലയുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുടെ പുറകെ നടക്കുന്ന പുരുഷന്മാരുണ്ടാകുന്ന അങ്ങനെ പുനർജന്മങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതേ പറഞ്ഞു, ജനറ്റിക്സ് അറിഞ്ഞുകൂടാത്ത കാലത്ത് മണ്ടന്മാർ പറഞ്ഞതാണ്. അത് ബുദ്ധം സഹിതം വിവരമില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. വിശ്വാസം എല്ലാം അന്ധമാണ്, അല്ലാതെ അന്ധവിശ്വാസവും നല്ല വിശ്വാസമൊന്നുമില്ല. സാധനം വരുന്നെന്നല്ലയോ നിങ്ങൾ അങ്ങോട്ട് നടന്നു പോയാൽ പറയുന്ന പുരുഷന്മാർ, ചരക്ക് വരുന്നെന്നല്ലയോ പറയുന്നത് സ്ത്രീകളെ അല്ലേ? പിന്നെന്താ നിങ്ങൾക്ക് ഇത്ര സംശയം? നിങ്ങൾ മനുഷ്യനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിന്. സ്ത്രീകൾ മാലയിൽ ലോക്കറ്റ് ധരിക്കുന്നത് മാറ് കാണിക്കാനാണ് എന്നുള്ളൊരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് മൈത്രേയൻ. കണിശമാണ്. എങ്ങനെ അങ്ങനെ പറയാം? ഞാൻ പറയട്ടെ, ഇപ്പോൾ അത് ധരിച്ചില്ലെങ്കിലും മാറ് കാണുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലീവേജ് കാണുക എന്ന് പറയുന്നത് അത്ര വലിയ പാപമൊന്നുമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. ഉപയോഗിക്കുന്നത് നിങ്ങൾ ഈ വസ്ത്രം ഇടുന്നത് എന്തിനാണ്? ഇത് നമ്മുടെ നാണം മറയ്ക്കാൻ. നാണിക്കാനുള്ളത് നിങ്ങളുടെ ശരീരം നാണക്കേടുള്ളതായി തീർന്ന അങ്ങനെയല്ല, ശരീരം മറയ്ക്കാൻ ഇല്ല. അത് വളരെ സൂക്ഷിച്ചാണ് മനസ്സിലായി. ആർഗ്യമല്ല, നിങ്ങളുടെ ശരീരം നാണം കെട്ടതാണെന്ന് നിങ്ങൾ കണ്ടെത്തി. ആ അർത്ഥത്തിലല്ലോ ആ നാണം ഞാൻ പ്രയോഗിച്ചു. പിന്നെന്താണ് നാണം? എന്താണ് നിങ്ങൾക്ക് നാണിക്കാനുള്ളത്? മറ്റൊരാള് നമ്മുടെ ശരീരത്തെ എവിടെ കാണാൻ തീരുമാനിക്കുന്നതൊക്കെ ഇതൊക്കെ ഇന്ന് നിങ്ങൾ ഈ പറയുന്ന ആള് നിങ്ങളുടെ ശരീരം നാണം കെട്ടതാണെന്ന് നിങ്ങൾ നാണം മറയ്ക്കാനെന്നുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ ആളാണ്. വസ്ത്രം ഉണ്ടായത് ആകർഷിക്കാനാണ്. നമ്മൾ ഇടുന്ന പച്ചകുത്തിയാലും ആഭരണം ധരിക്കുന്നതും ആകർഷിക്കാനാണ്, അല്ലാതെ വസ്ത്രം നാണം മറയ്ക്കാനല്ല. ആകർഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെഞ്ചത്തൊക്കെ ഇതൊക്കെ വയ്ക്കുന്നത്. ശരീരത്തിന് മറയ്ക്കുക എന്ന് പറയുന്നത് അങ്ങോട്ട് നോക്കിക്കാനാണ്. അതുകൊണ്ട് വസ്ത്രമായാലും ആഭരണമായാലും മറ്റുള്ളവരെ ആകർഷിക്കാനാണ് ഉണ്ടായിട്ടുള്ളത്. അത് എല്ലാ കിളികൾക്കും കുഞ്ചിരോമം ഉണ്ടായത് തൊട്ടും വാലുണ്ടായതും എല്ലാം ആകർഷിക്കാനാണെന്നറിയാം. അത് മനുഷ്യരുടെ പ്രശ്നമൊന്നുമല്ല. മനുഷ്യരും മറ്റ് ജീവികളെ പോലെ ജീവിയാണെന്ന് അറിയാം. അതുകൊണ്ടാണ് യൗവനം ഉണ്ടാകുമ്പോൾ മാറുണ്ടായി വരുന്നത്. എന്തിനാണ് നിങ്ങൾ ചന്തിയൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത്? ആകർഷിക്കാനാണ്. ഈ ആകർഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് മുഴുവനും ഉണ്ടായിട്ടുള്ളത്. ടാക്സ് കൊടുക്കാനായിട്ട് രാജാക്കന്മാർ ലോകത്ത് ആൾക്കാർക്ക് അവർ പിച്ചാത്തി, വെട്ടുകത്തി, പായ, കല ഉണ്ടാക്കുന്ന ഇതുപോലുള്ള സാധനങ്ങൾക്ക് ടാക്സ് ചെയ്തതിന് ശേഷം ടാക്സ് എങ്ങനെ വേണ്ടി കൂടുതൽ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പം ടാക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് വസ്ത്രങ്ങൾക്ക് ടാക്സ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് ഇന്നത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ കെട്ടിയിട്ടേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വന്നപ്പോഴാണ് സ്റ്റാറ്റസ് സിമ്പിൾ ആയി മാറുന്നത്. ഇത്ര രൂപ കൊടുത്തിട്ട് മാത്രമേ ഈ വസ്ത്രം എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വന്നത് അപ്പോഴാണ്. അപ്പം നാട്ടിലെ ആ വസ്ത്രം ഇടുന്ന ആൾ ഇത്ര ടാക്സ് കൊടുക്കുന്ന, അപ്പം ധനമുള്ള ആളാണ് ആ നടക്കുന്നതെന്ന് എല്ലാവർക്കും കാണാം. അപ്പോഴാണ് സ്റ്റാറ്റസ് ആയിട്ട് പദവിയോട് ബന്ധപ്പെട്ട് മാത്രമേ വസ്ത്രം ഉപയോഗിക്കാൻ പറ്റത്തുള്ളെന്നും ആഭരണം ഉപയോഗിക്കാൻ പറ്റത്തുള്ളെന്നും രാജാവിൻ്റെ നിയമപ്രകാരമാണ് നമ്മളിത് അഭിമാനകരമായ വസ്ത്രമായി മാറിയത്. അപ്പോഴാണ് നിങ്ങൾക്ക് നാണവും മാനവും ഒക്കെ ഉണ്ടായത്. അതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആകർഷിക്കാനുണ്ടായ ഒരു വസ്തു ടാക്സേഷൻ കൊണ്ട് മാത്രം പദവി അർഹിക്കുന്നതായി മാറുകയും അത് ഉപയോഗിക്കണമെങ്കിൽ അടിമകളായിരിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ അനുവദിക്കാതായി. അടിമകളുണ്ടായിരുന്ന സമൂഹത്തിനകത്ത് അത് ഉപയോഗിക്കാൻ അനുവദിക്കാതായി. ആഭരണമായിട്ട് പോലും ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല. കാശ് കൊടുത്താലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം സ്റ്റാറ്റസായി മാറി. അപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് ഇതെല്ലാം മാറിയത്. അപ്പോഴാണ് മാനം പോകുന്നത്. അത് എടുത്ത് ഊരുമ്പോൾ മാനം പോയതായി നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ പദവിയിൽ താഴെ വീഴുന്നു എന്ന്. ഇതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം ഊരിക്കുന്നത്. അമ്പലത്തിൽ ഇത് മുഴുവൻ ഊരിക്കുന്നതിന് ഇതേപോലെ തന്നെയാണ്. അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെ ആണെന്ന് പറയണം അവർ. മാത്രമല്ല പൂണൂല് കാണുകയും വേണം. അങ്ങനെ ഒരു സാധനമുണ്ട്. മുടി ചായച്ചും ചരിച്ചും കെട്ടിച്ചായിരുന്നു കണ്ടുപിടിക്കുന്നത്. ബാക്കി മുഴുവൻ സാധനം ഈ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് പദവിയായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ പറയുന്ന മാനം ഉണ്ടായത്. ഇന്ന് നിങ്ങൾ മാനമുള്ള മനുഷ്യനായി മാറിയത് കൊണ്ടാണ് നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുന്നത്.
അങ്ങനെ അല്ലായിരുന്നു അതുണ്ടായത്. അപ്പം ഇതും കൂടെ ഒന്ന്, ഈ ചരിത്രവും കൂടെ ഒന്ന് പഠിച്ചാലേ അത് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുള്ളൂ. മാറിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അയാൾ വെട്ടി താഴെ ഈ ക്ലീവേജ് കാണിക്കാനായിട്ട് ഈ വസ്ത്രം മുഴുവൻ ഉണ്ടാക്കുന്നതിനാണ്. സകലം മറച്ചിട്ട് അവിടെ ഒരു വെട്ടിടുമല്ലോ. ഈ പടിഞ്ഞാറൻ നാട്ടിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, ആകർഷിക്കാനാണ് വസ്ത്രം ഉപയോഗിക്കുന്നത്. നമ്മൾ അങ്ങനെ നാട്ടിനകത്ത് സ്ത്രീകളൊന്നും ഇല്ല, അടിമകളെ ഉള്ളു. സ്ത്രീകളുണ്ടെന്നൊക്കെ എന്നോട് പറയാതെ. നിങ്ങൾ വേഷം കെട്ടിയിരുന്നാലൊന്നും സ്ത്രീ ആകത്തില്ല, അത്രയും തന്നെ അറിയണം. നിങ്ങൾക്ക് ഒരു കാര്യത്തിലും രാത്രി ഇവിടെ ഒറ്റയ്ക്ക് നടക്കാൻ അങ്ങനത്തെ ഒരു പൗരയൊന്നും അല്ല ഉണ്ട്, അങ്ങനത്തെ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല ഉണ്ടെന്നൊക്കെ വിചാരിക്കാതെ സ്വാതന്ത്ര്യമുള്ള മനുഷ്യരായി മാറുക എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന, അവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കാര്യവും അപമാനം അനുഭവിക്കുന്ന അടിമകളായിരിക്കുന്ന ആൾക്കാരുടെ അനുഭവവും ഒരുപോലല്ല. ഇതാണ് ഈ പറയുന്നത്. പക്ഷെ ഇതെങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ ദേഹത്തെല്ലാം നമ്മൾ പണ്ട് ചെള്ളക്കൊക്കെ എന്തുമാത്രം വരകൾ, നമ്മൾ ഈ ഗോത്രവർഗ്ഗക്കാരെ നോക്കിയാൽ മതി. ആദ്യമായിട്ട് ഒരു ഇല എടുത്ത് ഇങ്ങനെ നോക്കി അത് ശ്രദ്ധിക്കാൻ മറച്ചു വെക്കുമ്പോഴാണ് ശ്രദ്ധ ഉണ്ടാകുന്നത്. സ്ട്രിക്റ്റീസ് എന്നല്ലേ പറയുന്നത്. ഇതേ കാരണം കണ്ടു. നഗ്നരായ ഒരു സമൂഹത്തിനകത്ത് നിങ്ങൾക്ക് ഒന്നും തോന്നത്തില്ല. നമ്മുടെ നാട്ടില് മാറുമറയ്ക്കൽ സമരം പോലെയുള്ള അത് പദവിക്ക് വേണ്ടിയാണ്. മാറ് നഗ്നമായത് കൊണ്ടല്ല. നഗ്നത എല്ലാ വീട്ടിനകത്ത് അമ്മയും സഹോദരിമാരും മറയ്ക്കാതെ അവിടെ നടന്നിട്ടുള്ളത്. അത് കാണാനുള്ള കൊതിയൊന്നും ആർക്കും ഇല്ല. അത് ഇന്നത്തെ ലോകം വെച്ചുകൊണ്ട് അങ്ങോട്ട് ആരോപിക്കുന്നുകൊണ്ടാണ് അത് മനസ്സിലാകാത്തത്. താഴ്ത്തട്ടിലെ സ്ത്രീകളുടെ നഗ്നത കാണാനുള്ള കൊതി കൊണ്ടല്ല മാറുമറയ്ക്കരുതെന്ന് പറഞ്ഞത്. അവർക്ക് പദവി കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ്, അവരടിമകളായതുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഇത്രയാണ് നിങ്ങൾ മാറി. അതൊക്കെ ഈ കൺഫ്യൂസ് ചെയ്യരുത്. അതൊക്കെ രണ്ട് വാല്യൂ സിസ്റ്റമാണത്. മറ്റേത് ബയോളജിക്കലായിട്ട് നമ്മുടെ ശരീരം രസകരമായി ഒരുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട, അത് കിളികൾ സഹിതം സകല ജീവികളും ചെയ്യും. നിങ്ങൾ ആ ലയർ ബേഡിനെയൊക്കെ നോക്കിയാൽ മതി എങ്ങനെയാണ് അത് ഒരുങ്ങുന്നതെന്ന്. ഒരു സൗന്ദര്യവും ഇല്ലാതിരിക്കുന്ന പെൺകുട്ടി സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് കുഞ്ചിരോമവും ഭയങ്കര മയിലും വാലും ഒക്കെ കാണിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ആണുങ്ങൾ മാത്രമാണ് ഒരുങ്ങുന്നത്, സ്ത്രീകൾ ഒരുങ്ങുന്നേ ഇല്ല. ഒരുങ്ങേണ്ട ആവശ്യമേ ഇല്ല. അതെന്തുകൊണ്ടാണ്? ജീവിതം മുഴുവൻ നിങ്ങൾ നോക്ക്, പാട്ട് പാടുന്നത് മുഴുവൻ ആണുങ്ങളാണ്, ഒരു പെണ്ണും പാടത്തില്ല. അത് ശരി. അത് നിങ്ങൾ ഇത് പഠിക്കാതിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാകാതെ. എനിക്ക് ആ ലോജിക്ക് മനസ്സിലായില്ല. അത് ബയോളജി നമ്മൾ അറിയണം. നമ്മൾ ബയോളജിക്കലുള്ള ഒരു ജീവിയും കൂടാണ്. പുരുഷ മേധാവിത്വപരമായ ഒരു സമൂഹം ഉണ്ടായപ്പോഴാണ് സ്ത്രീകൾ പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും ബാധ്യത വന്നത്. അല്ലെങ്കിൽ ചെയ്യേണ്ടി വരത്തില്ല. അങ്ങനെയാണ് പാട്ടുകാരും ഡാൻസുകാരും പെണ്ണുങ്ങളെല്ലാം ഉണ്ടായത്. കാരണം ഈ കാശുമായിട്ടിരിക്കുന്ന പുരുഷന്മാരെ വശീകരിക്കാൻ ബാധ്യത വന്നവർ. മറ്റേതങ്ങനല്ല, മാസം ഒരു അണ്ഡവേ ഉണ്ടാകത്തുള്ളൂ സ്ത്രീ. ഇന്നും അത് കാണാൻ പറ്റും. നിങ്ങൾ റോഡിൽ ഇറങ്ങി നിന്നാൽ മതി, അപ്പം തന്നെ പുരുഷന്മാർ വരും. ഞാൻ ഇറങ്ങി നിന്നാൽ, ഞാൻ ഇന്ന് പ്രായമുണ്ടല്ല, ആ നിങ്ങളുടെ സഹകാരനെ അവിടെ ഇറങ്ങി നിന്നാൽ ഒരു പെണ്ണും വരത്തില്ല. കാരണം ലക്ഷക്കണക്കിന് ബീജമുള്ള ആളാണ്, അതിനൊരു വിലയുമില്ല. അണ്ടത്തിന് വലിയ വിലയുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുടെ പുറകെ നടക്കുന്ന പുരുഷന്മാരുണ്ടാകുന്ന അങ്ങനെ. അത് ബയോളജിയായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കും. ഇത് റെഗുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഈ സമൂഹങ്ങൾ ഇന്ന് നമ്മൾ കാണുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും ഉണ്ടാക്കിയെന്ന് പഠിച്ചാലേ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് എൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് പദവിയുമായി ബന്ധപ്പെട്ട്, സാമൂഹ്യ സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം മാറിയപ്പോഴാണ് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. രാജാവിന് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. താഴെ തട്ടിലുള്ളവരിവിടെ ആദ്യത്തെ കാറ് മേടിച്ചത് ആലുമൂട്ടിലെ ചാന്നാരാണെന്ന് പറയുമ്പം ഈഴവർ റോഡേ നടക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അത് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അയാൾ എങ്ങനെ കാറ് മേടിച്ചത്? രാജാവിന് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ആളായിരുന്നു, അതുകൊണ്ട് കാറ് മേടിക്കാൻ അനുവദിച്ചു. പക്ഷെ കാർ ഓടിക്കുമ്പം ഹരിപ്പാട്ട് ക്ഷേത്രത്തിനരി കൂടെ പോകാനൊക്കത്തില്ല. അതിന് അന്ന് ചാന്നാരുടെ വഴി എന്ന് പറയുന്ന വഴിയാണ് ഇന്ന് നാഷണൽ ഹൈവേ ആയിട്ടിരിക്കുന്നത്.
അതും നിങ്ങൾ അറിയണം. ഇതുപോലുള്ള ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് കാണാൻ പറ്റത്തുള്ളൂ എന്തായി ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് സ്ത്രീകളുടെ മാറ് കാണാനുള്ള കൊതി കൊണ്ടല്ല വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞത്. അത് സാമൂഹിക സ്ഥാനം കിട്ടാത്തതുകൊണ്ടാണ്. നമ്മളെല്ലാവരും വസ്ത്രം ധരിക്കുന്നതും ആഭരണങ്ങൾ ധരിക്കുന്നതും നമ്മളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനാണ്. അത് ആണുങ്ങൾ പെണ്ണുങ്ങളെ ആകർഷിക്കുന്ന മാത്രമല്ല, അന്യരെ ആകർഷിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. നമ്മൾ അവരുടെ അംഗീകാരം തേടുന്നവരാണ്. നമ്മളൊരു സംഘജീവി ആയതുകൊണ്ടാണ്. ഇപ്പം ട്രാൻസ്ജെൻഡർ ആയ ഒരാളിന് അവർക്ക് ആണുങ്ങൾ പെണ്ണായി ശരീരത്തിൽ പെണ്ണായിരിക്കുമ്പോൾ അവർക്ക് താല്പര്യം പുരുഷന്മാരോടല്ല മറ്റു സ്ത്രീകളോടായിരിക്കും. അപ്പോൾ അവരെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റു സ്ത്രീകളെ ആയിരിക്കും. അതൊക്കെ എപ്പോഴും നിൽക്കും. അത് റേഞ്ച് വേറെയാണ്. പലതരത്തിലുള്ള ലൈംഗിക ചോദനകളും ഓറിയൻറ്റേഷനും ഉന്മുഖത്വവും ഒക്കെ ഉണ്ടാകുന്നതനുസരിച്ചിട്ട് ആകർഷിക്കുന്നു. പക്ഷെ മറ്റുള്ളവരെ ആകർഷിക്കാനാണ് ഇത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയ പറ്റും. അത് തെറ്റരുത്. അല്ലാതെ ഞാനിപ്പോൾ ഇടുന്നത് എനിക്ക് ഇഷ്ടം കൊണ്ടാണെന്നൊക്കെ പറയാതെ അങ്ങനെ അല്ലാതെ അങ്ങനെ ആരംഭിക്കാനൊക്കത്തില്ല. ഞാൻ ഇഷ്ടം കൊണ്ടാണ് മലയാള ഭാഷ സംസാരിക്കുന്നതെന്ന് ഒരാൾ പറഞ്ഞാൽ എത്രത്തോളം തെറ്റാണോ അതുപോലാണ്. ഇവിടെ ജനിച്ചു വളർന്ന് നിങ്ങളെ പഠിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ മലയാള ഭാഷ പറയുന്നത്. അല്ല നിങ്ങളുടെ ചോയ്സ് അല്ല. അത് ജീവനും ജീവിതവുമായിട്ടൊക്കെ കുറച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം സാമൂഹികമായ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഒരാൾ പറയുമ്പം അതെന്താണെന്നൊന്ന് നോക്കാവുന്നതാണ്. കുറച്ച് പണിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഇരുന്ന് മിണ്ടുന്നത്. അല്ലാതെ വെറുതെ അങ്ങ് പറയുമൊന്നുമല്ല. എൻ്റെ അഭിപ്രായം പറയുമോ എൻ്റെ നിലപാട് പറയുമോ ഒന്നുമല്ല. ഈ ലോകം എങ്ങനെയാണെന്നും ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നും എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു എന്നും അത് മനസ്സിലാക്കി താരതമ്യേന സമരായ മനുഷ്യരായി നമ്മൾ മാറാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഇനി എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും സംഭവിപ്പിക്കാനൊന്നുമില്ല. ഞാൻ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ആളാണല്ലോ. അത് എനിക്ക് പ്രായം ഇത്രയൊക്കെയാണ് വരുന്നതെന്ന് അറിയുന്നതുകൊണ്ടാണ്. ഒരു നാട്ടിനകത്ത് ഞാൻ എത്ര സൂക്ഷിച്ച് ജീവിച്ചാലും എത്ര നന്നായി ജീവിച്ചാലും ഒരു എക്സ്റ്റെൻഡ് ചെയ്യാൻ വെക്കുന്നത് ഒരു 10 തൊട്ട് 20 വർഷമാണ്. അത്രയേ കിട്ടുള്ളൂ. മരണത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞാൻ പറയാം, മരണാനന്തര ജീവിതത്തെ കുറിച്ചൊക്കെ മൈത്രേൻ എപ്പോഴും സംസാരിക്കാറുണ്ടല്ലോ. ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ച് നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യത്തിൽ എങ്ങനെയാണ് ഈ അഭിപ്രായ പ്രകടനം പറയാനുള്ളത്? മരണാനന്തര ജീവിതം ഉണ്ടെന്ന് ഞാനല്ല പറഞ്ഞത്, ഞാൻ പറയാറുമില്ല. മരണാനന്തരം ഒരു ജീവിതം ഇല്ലെന്നറിയാവുന്ന ആളാണ് ഞാൻ. ഇതുവരെ പറഞ്ഞു അറിയാം, എനിക്കറിയാം. മരണാനന്തര ജീവിതം സാധ്യമല്ലെന്നറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പറയുന്നത്. കാരണം ജീവൻ എന്ന് പറയുന്ന ശരീരത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു സാധനം അല്ലെന്ന് അറിയുന്നുണ്ട്. അത് അങ്ങനെ അറിയുന്നുണ്ട്. അല്ല ജീവൻ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമെന്ന് പഴയ മണ്ടന്മാരായ ഋഷിമാർ പറയുന്നത് കേട്ടിട്ട് പറയരുത്. ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനെയാണ് നമ്മൾ ജീവനെന്ന് പറയുന്നത്. അല്ല ശരീരത്തിനകത്തൊരു ജീവൻ ഇരിപ്പില്ല. നിങ്ങളുടെ കണ്ണിൻ്റെ പുറകിൽ നിങ്ങൾ ഒളിച്ചിരുന്ന് ജനലിൽ കൂടെ നോക്കുന്ന പോലെ കണ്ണിൽ കൂടെ നോക്കുകയല്ല. ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനെയാണ് മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സെന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് അഭിന്നമായാണ്. നമ്മുടെ വാക്കിനകത്ത് മാത്രമാണ് അകത്തൊരു ജീവൻ. അല്ല ജീവനുള്ളതല്ല. ജീവൻ ഇങ്ങനെ വരികയും പോവുകയൊന്നുമില്ല. ചത്തു പോകാനൊരു സ്ഥലവുമില്ല. അല്ല ഞാൻ മരണാനന്തര ജീവിതത്തിനെ പറ്റി ഇതുവരെ വേണ്ടിയിട്ടേ ഇല്ല. മരണമെന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചില്ലേ? ഭക്ഷണം കഴിച്ചു. അത് നെല്ല്, അരി, അതുപോലെ മുട്ട ഇതൊക്കെ തിന്നിട്ടുണ്ടാവില്ല. അതെല്ലാം ജീവൻ നഷ്ടപ്പെട്ട് വേറെ വല്ലയിടത്തും പോകും. മുട്ട വേറെ പോവുമോ? ഇതൊക്കെ ഈ മനുഷ്യർക്ക് ജീവനെ പറ്റി ജീവിതത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറയുന്നത്. അതൊക്കെ പാവം മനുഷ്യരെന്നേ വിചാരിക്കാനത്. അല്ല ജീവൻ പോയി വരിക, അത് ഭഗവത്ഗീതയ്ക്കകത്ത് വരെ എഴുതിയിട്ടുണ്ട്. അത്ര വിവരമില്ലാത്ത ഭഗവത്ഗീതാകാരൻ എഴുതുന്നതാണ്. ശരീരം ഉടുപ്പ് മാറുന്നവരാണ് ജീവൻ ശരീരം എടുക്കുന്നതെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് അടിസ്ഥാന വിവരമില്ലാത്തവരാണ്. അതുകൊണ്ട് ആ അറിവ് എനിക്കിന്നുണ്ട്. അതുകൊണ്ട് മരിച്ചതിന് ശേഷം ജീവിച്ചിരുന്ന് അനുഭവിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ജീവനില്ലെന്ന് അറിയുന്നുണ്ട്. അല്ലാതെ മരിച്ചിട്ട് അറിയേണ്ട കാര്യമില്ല. പുനർജന്മങ്ങളുണ്ടെന്ന് അതാ പറഞ്ഞു. ജനറ്റിക്സ് അറിഞ്ഞുകൂടാത്ത കാലത്ത് മണ്ടന്മാർ പറഞ്ഞതാണ്. അത് ബുദ്ധൻ സഹിതം വിവരമില്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. അഥവാ ബുദ്ധന് വിവരം ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണ എനിക്കില്ല. ജനറ്റിക്സിനെ പറ്റി അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ പറയും. അത് മാരിയമ്മയാണ് വസൂരി ഉണ്ടാക്കിയെന്ന് പഠിപ്പിക്കുന്നവരാണ്.
നമുക്കിന്ന് അറിയാം അത് വൈറസ് കൊണ്ടാണ്, ബാക്ടീരിയ കൊണ്ടാണ് വയറ്റിളക്കം വരുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, ഈ ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്? മാത്രം വിശ്വസിക്കുകയല്ല, ശാസ്ത്രം ജീവിതത്തിനെ പറ്റിയുള്ള അറിവാണത്. അല്ല മാത്രം വിശ്വസിക്കുന്ന ഒരു യുക്തി അതിനകത്തില്ല. വിശ്വാസത്തിന്റെ യുക്തി അതിനകത്തില്ല. വിശ്വാസമല്ല അന്ധമാണ്, അല്ലാതെ അന്ധവിശ്വാസവും നല്ല വിശ്വാസമൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ ബ്ലാക്ക് മാജിക്കും വൈറ്റ് മാജിക്കും ഉണ്ടെന്ന് വിചാരിക്കുന്ന പോലെയാണ്. ലോകത്തിനെ പറ്റിയുള്ള തെറ്റായ ധാരണകളേ ഉള്ളൂ, അല്ലാതെ നല്ല തെറ്റായ ധാരണയും ചീത്ത തെറ്റായ ധാരണയില്ല. അതുപോലെ ഒരിക്കൽ പറഞ്ഞു, സ്ത്രീകള് കൃഷിഭൂമി കൈവശം വെച്ചിരിക്കുന്നത് പോലെയാണ് സ്ത്രീകൾ. എന്താണ് മൈത്രേയന് സ്ത്രീകൾ എന്ന് പറയുന്ന? സ്ത്രീകളെ മനുഷ്യരായിട്ട് നിങ്ങളെടുത്ത് ഇപ്പം നിലവിലുള്ള സ്കൂളിലൊക്കെ നിങ്ങൾ പോയിട്ട് ഒരു മനുഷ്യൻ്റെ പടം വരയ്ക്കാനായിട്ട് അവിടുത്തെ കുട്ടികളോട് പറ, എല്ലാവരും ഒരു പുരുഷൻ്റെ പടം വരയ്ക്കും. സ്ത്രീകൾ സഹിതം പുരുഷൻ്റെ പടം വരയ്ക്കും. കാരണം സ്ത്രീ മനുഷ്യനാണെന്ന് അറിയാൻ കഴിയാത്തത്രയും മറച്ചു കളഞ്ഞ ഒരു സമൂഹത്തിലാണുള്ളത്. മനുഷ്യൻ്റെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ എല്ലാവരും പുരുഷൻ്റെ പടം വരയ്ക്കും. ഇങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് മണ്ണും പെണ്ണും എന്നാണ് എഴുതുന്നത്. മണ്ണും പെണ്ണും കുഞ്ഞൻ നമ്പ്യാരൊക്കെ എഴുതിയിട്ടുള്ള വരികളല്ലേ. കനകം മൂലം കാമിനി മൂലം കലഹം. കലഹം ഉണ്ടാകുന്നത് എന്താ, പുരുഷന്മാർക്ക് മാത്രമേ കലഹമുള്ളൂ, അങ്ങനല്ലേ? സാധനം വരുന്നെന്നല്ലയോ നിങ്ങൾ അങ്ങോട്ട് നടന്നു പോയാൽ പറയുന്നത് പുരുഷന്മാർ? ചരക്ക് വരുന്നെന്നല്ലയോ പറയുന്നത് സ്ത്രീകളെ അല്ലേ? പിന്നെന്താ നിങ്ങൾക്ക് ഇത്ര സംശയം? നിങ്ങൾ മനുഷ്യനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിന് അത്രേ ഞാനീ പറയുന്നുള്ളൂ. അപ്പൊ ഈ പുരുഷന്മാരുടെ ലോകത്ത് അവര് വ്യവഹരിക്കുന്നിടത്ത് നിങ്ങൾ മനുഷ്യരല്ല. അത് നമ്മളിപ്പോൾ ജനാധിപത്യ മൂല്യം കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോഴാണ് ആണും പെണ്ണും. ഇംഗ്ലണ്ടിൽ വോട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ട് 200 വർഷം കഴിഞ്ഞിട്ടാണ് സ്ത്രീകൾക്ക് വോട്ട് കിട്ടിയത്. അതുവരെ അവർ മനുഷ്യരല്ല. ഇതൊക്കെ നടന്ന കാര്യമല്ലേ, ഞാൻ ഉണ്ടാക്കിയതല്ല. ആ ഇരിക്കുന്നതിനകത്ത് പുരുഷന്മാർ തമ്മിലടിക്കുന്നതാണ് സ്ത്രീകൾക്കും പൊന്നിനും വേണ്ടിയാണെന്നൊക്കെ പറയുന്ന കഥയൊക്കെ. അപ്പം അങ്ങനെ പറയുന്ന സ്ഥലത്തിനെ വെച്ച് മാത്രം പറയുന്നതാണ്. എനിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. മനുഷ്യനെന്ന് പറയുന്നത് ആണും പെണ്ണും അല്ലാത്തവരെല്ലാവരും കൂടെ ചേർന്നതാണ് മനുഷ്യരെന്ന് അറിയുന്ന ആളാണ്. പക്ഷെ നിങ്ങളാരും ജീവിക്കുന്നത് ആ രാജ്യത്തല്ല, ഞാൻ എൻ്റെ രാജ്യത്തല്ല. അതൊക്കെ എനിക്കറിയാം. വളരെ കൃത്യമായിട്ടും നാട്ടുകാരുടെ ഇത്തരത്തിലുള്ള മൂല്യബോധത്തിനകത്ത് കീഴടങ്ങി നിൽക്കുന്ന അടിമകളായിരിക്കുന്നവർ. അടിമകളൊന്നും മനുഷ്യരാകാനൊക്കത്തില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ അറിയണം. ഈ വ്യക്തിപരമായൊരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രണയം ഒരാളോടാണോ അത് എത്രയോ പേരോട് പല ആളുകളോടും തോന്നിയിട്ടുണ്ടോ? വ്യക്തി ജീവിതത്തിൽ പ്രണയം എന്ന് പറയുന്നത് വസന്തം പോലെ. അത് കാ പിടിച്ചു കഴിഞ്ഞാൽ ഏതളെല്ലാം കൊഴിഞ്ഞു പോകും, പിന്നെ വേറെ വസന്തമായിരുന്നു. അതുകൊണ്ട് രണ്ടുപേര് തമ്മിൽ കുറേ നാൾ പ്രണയം ഉണ്ടാകും, അത് കഴിഞ്ഞാൽ അത് പോകും. അതുകൊണ്ട് പുതിയ പ്രണയങ്ങൾ ഉണ്ടാകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പല പ്രണയങ്ങളുണ്ടായ ആളാണ്. എനിക്കറിയുന്നവരെല്ലാവരും വേറെ ആളുകളെ പ്രണയിക്കുകയും പ്രണയം കാണിക്കാൻ കഴിയാതെ വിഷമിക്കുകയും ചെയ്യുന്നവരാണെന്ന് മാത്രമേ എനിക്കറിയാവൂ. ഞാനതങ്ങനെ ഒളിച്ചു വെച്ച് ജീവിക്കാതിരുന്ന ഒരാളാണ്. അത്രയേ ഉള്ളൂ. അങ്ങനെ മനസ്സിൽ ഇപ്പോഴും ഒരു എന്താ പറയാ, പ്രണയം നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ കയ്യിലിങ്ങനെ പ്രണയം ഞാൻ പറഞ്ഞില്ലേ, പ്രണയം എന്ന് പറഞ്ഞാൽ വസന്തം പോലെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് പ്രണയത്തിനെ പറ്റി പറഞ്ഞ കോരിത്തെ. അപ്പൊ ഒരാളെ ഓർമ്മ വരുന്നുണ്ടോ മനസ്സിലൊരു ഒരാള്? ഞാൻ പ്രണയിക്കുന്ന ആൾക്കാര് ഞാൻ പ്രണയം എന്ന് പറയുന്നത് വളരെ നല്ല അനുഭവം ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കോരിത്തിരിക്കുന്നത്. പക്ഷെ ഒരാളെ ഓരോ സമയത്ത് ഒരാളോട് പ്രണയം ഉണ്ടാവും, അവരോർക്കും. അങ്ങനെയാണ് അറിയാൻ വേണ്ടി ചോദിച്ച. പിന്നെ നമ്മളെ ഈ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, സമാധി അല്ലേ? സമാധി സമാധി സമാധി. അത് കേൾക്കാത്ത കേരളത്തിൽ ഒരാളുണ്ടാവില്ലല്ലോ. ആ സ്ത്രീയുടെ ആ വൈറ്റ് തന്നെ അങ്ങനെയായിരുന്നു, സമാധി സമാധി സമാധി. എന്താണ് സമാധിയിലോ ഇത്രയും പറയാനുള്ളത്? പണ്ട് തൊട്ട് ആളുകൾ ഇങ്ങനെ ഈ ശരീരത്തിനകത്തൊരു ജീവൻ ഒളിച്ചിരിപ്പുണ്ടെന്നും അതിങ്ങനെ മരിച്ച് സ്വർഗത്തിലോ നരകത്തിലോ അല്ലെങ്കിൽ സത്യത്തിൽ ചേരുമെന്ന് പരമജ്ഞാനികളെല്ലാം സത്യത്തിൽ ചേരുക, മറ്റുള്ളവരെല്ലാം സ്വർഗത്തിലും നരകത്തിലാകുക. അപ്പോൾ പല വിശ്വാസങ്ങളുണ്ട്.
ക്രിസ്ത്യൻ വിശ്വാസത്തിലാണെങ്കിൽ അന്ത്യ നാളിൽ വിളിക്കുന്നത് വരെ അവരവിടെ കിടക്കും. അത് കഴിഞ്ഞാൽ നരകത്തിലോ സ്വർഗത്തിലോ ഇടും. ഇങ്ങനെയൊക്കെയുള്ള കഥകളതിനകത്താണ് മനുഷ്യരെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റങ്ങളാണ് ഇതെല്ലാം. നമ്മൾ ഇന്നത് മനസ്സിലാക്കാമെങ്കിൽ ഇപ്പം സമാധി എന്ന് പറയുമ്പോൾ ഈ യോഗ ദർശനവുമായി പതഞ്ജലിയുടെ യോഗ ദർശനത്തിനകത്തൂടെ വരുന്നതാണ് ഈ സമാധി എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഒരു സങ്കല്പനമാണ്. സമാധി എന്നാണ് ഇക്വിപ്പോയിസ്ഡ് മൈൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഏറ്റവും സംഘർഷഭരിതമായ സമയത്ത് സമചിത്തതയോടെ ഇരിക്കുക, അതാണ് സമാധി. ആ സമചിത്തൻ എന്നാകുന്ന അവസ്ഥയോടെ ഇരിക്കുന്നതിന് അയാൾ മരിക്കുമ്പോഴും ഏറ്റവും സംഘർഷഭരിതമായ ജീവൻ പോകുന്നു എന്നവർ വിചാരിക്കുന്നുണ്ട്. ഏറ്റവും സംഘർഷം വരാൻ പോക്കുന്ന സമയത്തും സമചിത്തതയോടെ ഇരിക്കുന്ന ആളുടെ മരണത്തിന് സമാധി എന്ന് അർത്ഥം വന്നു, അത്രേ ഉള്ളൂ. പക്ഷേ യോഗത്തിൻ്റെ കണക്കിനനുസരിച്ചിട്ടാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമാധിയാവും. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ്, സമധീ എന്നാണ്. അപ്പോൾ സമ്യക്കായിട്ടുള്ള മനസ്സ് ഏത് ക്ഷോഭകരമായ അവസ്ഥയിലും സമചിത്തതയുണ്ടാകുന്ന ആളിനെയാണ് സമാധിസ്ഥൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ മരിക്കുമ്പോൾ അവർ സമാധി അടഞ്ഞു എന്ന് പറയുന്നു അർത്ഥമേ ഉള്ളൂ. അല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ അകത്തൊരു ജീവനുണ്ട് എന്ന് വിചാരിച്ചതിൻ്റെ തുടർച്ചയ്ക്കകത്ത് പറയുന്നതാണ് അതൊക്കെ. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് ജീവിതത്തിനകത്ത് സമചിത്തതയാകാം, സമാധിയാകാം. എനിക്ക് സമാധിയുള്ള ആളാണെന്ന് എനിക്കറിയാവുന്നതാണ്. എനിക്ക് ഇനി ചത്തുപോകുമ്പോൾ ഉണ്ടാകുന്നതല്ലെന്ന് പറയാം. ഞാൻ സമാധി അടയുന്നാണോ പറയുന്നത്? ഞാൻ സമാധി അടയല്ല, സമാധിസ്ഥനാണ്. അത് എനിക്ക് ഞാൻ ആളുകളെ കാണുമ്പോൾ ദേഷ്യപ്പെടുന്നൊന്നുമല്ല. അതൊക്കെ എനിക്ക് എന്താണ്, വില്ലനായിട്ട് അഭിനയിക്കുന്നവരെല്ലാം വില്ലനാണോ? അപ്പൊ തിരുവനന്തപുരത്തെ ഈ സംഭവം അങ്ങനെ സംഭവിച്ച അങ്ങനൊന്നുമല്ല. അത് പാവം പിടിച്ച ഒരു വയസ്സൻ, അയാള് സമാധി അടഞ്ഞാല് നല്ലതാണെന്ന് വിചാരിക്കുന്നുണ്ട്. അയാള് പറഞ്ഞിട്ടുണ്ട് അയാൾ അങ്ങനെ വെച്ചാല് അതൊരു വരുമാന മാർഗമായി വരും എന്നറിയുന്നവർ അത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ വീട് നടത്തിക്കൊണ്ടു പോകാനായിട്ടുള്ള കാശ് അവിടുന്ന് വരും എന്നറിയുന്നതുകൊണ്ടാണ് അയാളും അത് പറയുന്നത്, അയാളുടെ ഭാര്യയും ബന്ധുക്കളും പറയുന്നത്. അത്രേ ഉള്ളൂ. അതൊരു പാവം പിടിച്ച ഇവിടുത്തെ വലിയ വൻതോതിലെ സ്വാമിമാർ നടത്തുന്നതിൻ്റെ ഒരു എഡീഷൻ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അത് ചെറിയ ചെറിയ ചാത്തന്മാർ തൃശ്ശൂർ ഇഷ്ടം പോലില്ലേ, പക്ഷെ കാനാടി ചാത്തൻ വലിയ. അതുപോലാണ് വലിയ മഹാന്മാരെല്ലാവരും വലിയ തരത്തിൽ മഹാത്മാവെന്നല്ലേ ഗാന്ധിയെ പറയുന്നത്. ആത്മാവ് പോലും വലുതാകുമോ എൻ്റെ പോലെ? അതൊക്കെ ഇങ്ങനത്തെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള സംവിധാനങ്ങളാണിതെല്ലാം. അല്ലാതെ ജീവൻ എന്ന് പറയുന്നത് ഒരു സന്ദർഭത്തിനകത്ത് ആവശ്യമുള്ള രീതിയിൽ ആ സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാൻ പഠിച്ചാൽ മതി. ജീവന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിൽ എത്രത്തോളം വിശ്വാസമുണ്ട്? എനിക്ക് വിശ്വാസമുള്ള ആളല്ല, എനിക്ക് വിവരമാണുള്ളത്, എനിക്ക് അറിവാണുള്ളത്. പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് പിന്നെ അതിനകത്ത് വേറൊരു ചർച്ചയില്ല. ലോകത്തെല്ലാ തിയറിയും അങ്ങനെയാണ്. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ലോകത്തിന്റെ പ്രോസസ്സിനെ പറ്റിയുള്ള അറിവാണ്. അതിനെ എതിർക്കുന്നവരും ഉണ്ടല്ലോ. അതുകൊണ്ട് എന്താ കാര്യം? അവരെ എതിർക്കുന്നവരുണ്ടായാൽ എന്താ കാര്യം? മനുഷ്യൻ അങ്ങനെ പരിണമിച്ചുണ്ടായതല്ലേ പരിണാമം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനകത്തെ ജീവൻ മാറുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പരിണാമം. അതിന് ആരെങ്കിലും വിശ്വസിച്ചാലോ ഇല്ലയോ എന്നുള്ളതല്ലേ. നിങ്ങൾ കുട്ടിയായിരുന്നില്ലേ, ഇപ്പൊ ആ കുട്ടിയോടെ പോയി മാറ്റങ്ങൾ വന്നു. അത്ര ലളിതമല്ലേ? അതിനെപ്പറ്റിയുള്ള അറിവ് നിങ്ങൾ വിശ്വസിക്കുന്നുകൊണ്ടാണോ നിങ്ങൾ ഈ പ്രായത്തിലായത്? ലോകം എങ്ങനെയാണ്, പ്രോസസ്സിനെ പറ്റിയുള്ള അറിവാണ്. ഭൂമി എങ്ങനെ ഇങ്ങനെ ആയി, ജീവൻ എങ്ങനെ ഇങ്ങനെ ആയി, ലോകം എങ്ങനെ ഇങ്ങനെ ആയി എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റി, പ്രക്രിയയെ പറ്റിയുള്ള അറിവിനെയാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് സിദ്ധാന്തം. തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. എല്ലാം അങ്ങനെയാണ്. എങ്ങനെയാണിത് ഈ സംഭവം നടക്കുന്നത് എന്നുള്ള അറിവിനെയാണ് തിയറി എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വയസ്സായി ചത്തുപോകും എന്ന് പറയുന്നത് അറിയുന്ന കാര്യമാണ്.
നമുക്കെല്ലാവർക്കും കാണരുത്. ആൾക്കാരെല്ലാവരും കുഞ്ഞായിട്ടുണ്ടായി മാറി മരിച്ചു പോകും നമ്മൾ കാണുന്നതല്ല. കുരങ്ങിൽ നിന്നാ മനുഷ്യനുണ്ടായിരുന്നാണല്ലോ ഹോമോസാപ്പിയൻസ് ഉണ്ടായത്. കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുന്ന കുരങ്ങിൽ നിന്നല്ല. കുരങ്ങ് വർഗത്തിലെ ഒരു കുരങ്ങാണ് നമ്മൾ. നിങ്ങളൊരു കുരങ്ങിയാണ് എന്ന് നിങ്ങൾ അറിയണം. കുരങ്ങ് വർഗത്തിനകത്ത് സിമിയൻ എന്നുള്ള വർഗത്തിനകത്തെ ഒരു വിഭാഗമാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത്. അത് ആൾക്കുരങ്ങ് എന്ന് പറയുന്നത് വാലുള്ള കുരങ്ങെന്നും ഒക്കെ പറയുന്നതിലുള്ള വ്യത്യസ്തമായ കുരങ്ങുകളുടെ അകത്തെ ഒരു കുരങ്ങാണ് മനുഷ്യൻ. മനുഷ്യക്കുരങ്ങാണ് ആൾക്കുരങ്ങെന്ന് പറയുന്നത്. അതിന് കോമൺ ആൻസിസ്റ്റർ. ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ കുരങ്ങുകൾക്കും പൊതു പൂർവികനുണ്ടാകും. അത് കുരങ്ങു, അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്ന ഏതെങ്കിലും കുരങ്ങല്ല. ഈ കുരങ്ങുകൾക്ക്, ഇപ്പോൾ ഉള്ള കുരങ്ങുകൾക്ക് സാധ്യത നൽകിയ പോയിൻ്റാണ്. അതിനെയാണ് അതൊരു മരത്തിനെ ബ്രാഞ്ച് പോലെ പഠിക്കണം. 2 ബ്രാഞ്ച് വന്ന് തമ്മിൽ ചേരുന്ന ഒരു പോയിന്റ് ഉണ്ടാകും. അതേ ബ്രാഞ്ചിന് താഴോട്ട് വരാമെങ്കിൽ അത് വേറെ വലിയ ബ്രാഞ്ചിൽ ചെന്ന് ചേർന്ന് കാണാൻ പറ്റും. അങ്ങനെ വീണ്ടും പുറകോട്ട് പോകുമ്പോൾ വീണ്ടും ബ്രാഞ്ച് തമ്മിൽ ചേർന്ന് കാണാൻ പറ്റും. ഇങ്ങനെ തമ്മിൽ ചേരുന്ന പോയിന്റുകളിനെയാണ് നമ്മൾ പൊതു പൂർവികൻ എന്ന് പറയുന്നത്, കോമൺ ആൻസിസ്റ്റർ. അപ്പം ഇപ്പം നിലനിൽക്കുന്ന എല്ലാ കുരങ്ങുകൾക്കും, മനുഷ്യൻ ഉൾപ്പെടെയുള്ള കുരങ്ങുകൾക്കും ഒരു പൊതു പൂർവികനുണ്ട് എന്നാണ്. ആ പൊതു പൂർവികൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സിമിയൻ എന്ന് പറഞ്ഞ വിഭാഗം വരും. അത് കുരങ്ങാണെന്ന് നമ്മൾ പറഞ്ഞാൽ ഈ മറ്റ് ഇന്നുള്ള എല്ലാ കുരങ്ങുകൾക്കും സാധ്യത നൽകിയ കുരങ്ങാണ്. അങ്ങനെയാണ് വിളിക്കുന്നത്. ഇങ്ങനെയാണ് എവല്യൂഷൻ. അത് എവല്യൂഷൻ എന്ന് പറയുന്നത് ആരെങ്കിലും ഇഷ്ടം കൊണ്ട് വിശ്വസിക്കുന്നതുകൊണ്ടോ ഇങ്ങനത്തെ ഒരു ചർച്ചയില്ല. മണ്ടന്മാരുണ്ടാക്കിയ ദൈവത്തിനെ ഒക്കെ മനുഷ്യർക്ക് വേണ്ടി വരുന്നത് ഈ വിവരമില്ലാത്തതുകൊണ്ടാണ്, ജനിതകം അറിയാത്തതുകൊണ്ടാണ് ജന്മം ഉണ്ടായത്. വസൂരി എങ്ങനെയാണ് വൈറസിനെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടാണ് മാരിയമ്മയും പ്ലേഗ് ദൈവം ഉണ്ടാക്കിയാണെന്ന് ബൈബിളിൽ എഴുതുന്നതൊക്കെ വിവരമില്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ വിശ്വാസ പ്രശ്നമല്ല. മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചാലേ മൈക്രോബ്സ് ഉണ്ടെന്ന് അറിയാനൊക്കെ. അതുവരെ ഇതുപോലുള്ള വിവരക്കേടുകൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്. അതിപ്പം എനിക്കിങ്ങനെ വിഷയം അറിയുന്ന കാരണം കൊണ്ട്, അത് എൻ്റെ വിശ്വാസം കൊണ്ടല്ല. നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുന്നത് വിശ്വാസം കൊണ്ടല്ല, മുന്നറിവ് കൊണ്ട്. ഇത് ബസ് സ്റ്റോപ്പാണെന്നും റോഡാണെന്നും ഇവിടെ കാത്തു നിന്നാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇത്ര മണിക്ക് ഒരു ബസ് വരും. അതൊന്നും വിശ്വാസമായിട്ട് വന്നിട്ടുണ്ട്, മുന്നറിവിനാണ് പറയുന്നത്. നിങ്ങൾ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ പാടത്ത് കാത്തു നിൽക്കും, ബസ് വരും. അങ്ങനെയാണ് ഈ ആളുകളെല്ലാം ഈ അമ്പലത്തിലെ കല്ലിൻ്റെ ഒക്കെ അവിടെ പോയി മുട്ടുകുത്തി നിന്നിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പാടത്ത് ബസ് കാത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അവരാണ് വിശ്വാസികൾ. അന്ധവിശ്വാസവും നല്ല വിശ്വാസവും ഇല്ല, അന്ധവിശ്വാസമേ ഉള്ളൂ. ഒന്നേ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞുകൂടാത്തടുത്ത് അനന്തമായ വിവരക്കേട് പറയാൻ പറ്റും, മറ്റത് ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. ഒരിക്കൽ മൈത്രേയൻ പറഞ്ഞു, മൈത്രേയൻ ജയിലിൽ കിടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു ആ സംഭവം? സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരങ്ങൾ ചെയ്യുമായിരുന്നു. അതിൽ പ്രധാനമായിട്ടൊരു സമരം എന്ന് പറയുന്നത് ADB ആദ്യത്തെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്ന് ഗവൺമെൻറ് പണം കടമെടുക്കുമ്പോൾ നമ്മുടെ ഭരണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർ നിർണ്ണയിക്കും. അങ്ങനെ വേറെ ആളുകൾ, ഒരു ബാങ്ക് നിർണ്ണയിക്കുന്ന ഭരണ സംവിധാനത്തിനകത്ത് പോകരുതെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ നടത്തിയ സമരത്തിനകത്ത് ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ജയിലിൽ കിടന്നിട്ടുള്ളത്. എങ്ങനെയാണ് അനുഭവം എന്ന് പറയുമോ? ജയിൽ നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ഞാൻ സത്യത്തിൽ വിചാരണ തടവുകാരനെ ആയിട്ടുള്ളൂ, ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നിട്ടില്ല. ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള അനുഭവം ഉണ്ടാവൂ. എന്ന് പറഞ്ഞാൽ ഒരു പ്രതി കുറ്റവാളിയായി കിടക്കേണ്ടത്, അത് ഞാൻ ഇതുവരെ കിടന്നിട്ടില്ല. അപ്പൊ ഈ വിചാരണ തടവുകാരായി കിടക്കുന്നവർക്ക് കിട്ടിയ അനുഭവമേ എനിക്കുള്ളൂ. അത് വളരെ, ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ സന്ദർഭം ജയിലിൽ കിടക്കുമ്പോൾ ജയിൽ നവീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. മനുഷ്യാവകാശ കമ്മീഷനെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങനെയെല്ലാം ചെയ്ത് എൻ്റെ ആ ജയിൽ കിടപ്പ് എനിക്ക് ഭയങ്കര
എന്താ പറയണ്ടത്, പ്രവർത്തനോന്മുഖമാക്കി മാറ്റാൻ എനിക്ക് കഴിഞ്ഞു. തുറന്ന ജയിലിലെല്ലാം ഞാൻ പോവുകയൊക്കെ ചെയ്ത്, തുറന്ന ജയിലിൽ പോയി സംസാരിക്കുക, അവിടുന്ന് ഇറങ്ങിയ ആൾക്കാർ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ കാണാൻ വരികയൊക്കെ ചെയ്യുമായിരുന്നു. പരോളിൽ ഇറങ്ങുന്നവരൊക്കെ കാണാൻ വരുമായിരുന്നു ഞാൻ ആ പ്രവർത്തികൾ ചെയ്യുമ്പോൾ. അതിനൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ജയിലൊരിക്കലും ആവശ്യമുള്ളതല്ല. നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ ഒരു സൈക്കോപ്പത്തായ ഒരാളെ നമ്മൾ നിയന്ത്രിക്കാൻ ബാധ്യത വരും. പക്ഷേ ജയില് ഏറ്റവും മനുഷ്യത്വപരമായി മാറ്റേണ്ടതുണ്ട്. നിയന്ത്രണങ്ങൾ അനുഭവിപ്പിക്കേണ്ടതുണ്ട്. ശിക്ഷ വേണ്ടി വരും. പക്ഷെ അതൊന്നും തന്നെയും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല. ഒരാൾക്ക് സ്വയം നവീകരിക്കാൻ സഹായിക്കുന്നതിനെയാണ് നമ്മൾ ജനാധിപത്യത്തിനകത്തെ ശിക്ഷ. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ മാതൃകാപരമായി എന്ന് പറഞ്ഞാൽ രാജാവ് മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതല്ല ശിക്ഷ. ഒരിക്കലും തൂക്കിക്കൊല്ലാനോ പറഞ്ഞാൽ മരണം ഒരു ശിക്ഷയല്ല. ശിക്ഷ എന്ന് പറയുന്ന ഒരാളെ നവീകരിക്കാനായിട്ട് തിരിച്ച് സമൂഹത്തിൽ വരാൻ കഴിയുന്ന തരത്തിൽ. അപ്പോൾ അതിന് കഴിയാതെ പോകുന്ന ഒരു പ്രശ്നം സൈക്കോപത്തുകൾക്കുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അങ്ങനെ നവീകരിക്കുന്ന രീതിയിലേക്കൊക്കെ ആളുകൾ മാറാറില്ലല്ലോ. വളരെ നവീകരിക്കുന്ന ഇന്ന് ക്രിമിനൽ സംഘം ഉണ്ടാക്കുന്ന ഇടവായിട്ടാണ് ഈ ഇന്നത്തെ ജയിലുകൾ മുഴുവൻ. നിങ്ങൾ ഒരാളെ ശിക്ഷിച്ച് ജയിലിൽ വിട്ടാൽ കൂടുതൽ ക്രിമിനലായി അവർ തിരിച്ചു വരും എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് അത് ശിക്ഷയേ അല്ല, അതൊക്കെ പീഡനത്തിൻ്റെ ലോകങ്ങളാണ്. ശിക്ഷയെന്ന് പറയുന്നത് പണ്ട് വാക്കിൻ്റെ അർത്ഥം പോലും അങ്ങനെയാണ്. ശിക്ഷയെന്ന് പറയുന്നത് ഒരാളെ കൂടുതൽ നവീകരിക്കാൻ സഹായിക്കുന്നതായിട്ടാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജനാധിപത്യത്തിനകത്ത് ഇപ്പം കാണുന്ന ജയിലുകളൊന്നും അല്ലോട്ട്. ജയിലുകളെ നമ്മുടെ നാട്ടിൽ ജയിലുണ്ടായിക്കൂടാ. എല്ലായിടത്തും ഹോസ്പിറ്റൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത്രയധികം രോഗികളുണ്ടായെന്നാണ് അർത്ഥം. എല്ലായിടവും ജയിൽ കൂടിയാൽ അത്രയധികം ക്രിമിനൽസ് ഉണ്ടായെന്നാണ് അർത്ഥം. അതുകൊണ്ട് ഹോസ്പിറ്റലും ജയിലും കുറയ്ക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിനകത്തെ ലക്ഷ്യം, അല്ല തിരിച്ചല്ല. ഒന്ന് ഞാൻ രോഗം വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട പ്രിവെൻറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആശുപത്രിയിലോട്ട് വരേണ്ടി വരത്തുള്ളൂ. അങ്ങനെ അതിനെ മനസ്സിലാക്കണം. ഇതേപോലെ സമൂഹം നവീകരിച്ചെടുത്താൽ ജയില് പ്രയോജനരഹിതമായിട്ട് മാറും. ആ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെല്ലാം ജയിലിനകത്ത് തീരെ ആളില്ല. മാത്രമല്ല അവരുടെ ജയിലൊക്കെ കണ്ടാൽ നമ്മൾ അന്തം വിട്ടു. 5 സ്റ്റാർ ഹോട്ടലിനേക്കാളും മെച്ചപ്പെട്ടതാണ്. പക്ഷെ നിയന്ത്രണങ്ങളുണ്ട്. അത്രയാണ്. ആ റെസ്ട്രിക്ഷൻ മാത്രമാണ് അവരുടെ ശിക്ഷയായിട്ട് അവർ അനുഭവിക്കുക. ആളുകളെ കാസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറയും. അവരുടെ എല്ലാ വീര്യവും അവരുടെ ജീവിക്കാനുള്ള ത്വരയും നഷ്ടപ്പെടുത്തി കളയുന്ന ഇടവല്ല ജയിൽ. ഇപ്പം ജനാധിപത്യത്തിലെ ജയിലെന്ന് പറയുന്നത് നവീകരിച്ച് തിരിച്ച് സമൂഹത്തിലെത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. അല്ലാതെ അവരെ അവിടെ ആരുമല്ലാതാക്കുന്നതല്ല. മർദ്ദന ഉപകരണമല്ല. മർദ്ദന ഉപകരണമായിട്ടിരുന്നത് രാജാവിൻ്റെ കീഴിൽ അടിമകളെ പീഡിപ്പിച്ച് മറ്റുള്ളവരെ മര്യാദയ്ക്ക് ഇരുത്താൻ വേണ്ടി, അവരെ കാണിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ശൂലത്തിൽ കുത്തി റോഡിൻ്റെ സൈഡിൽ നിർത്തിയിരുന്നത്, പരസ്യമായി തൂക്കിലേറ്റിയത്. ഇതെല്ലാം ചെയ്യുന്നത് മറ്റുള്ളവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശിക്ഷയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അതൊന്നും അല്ല ശിക്ഷ. ജനാധിപത്യത്തിൽ ശിക്ഷയെന്ന് പറയുന്നത് ജനങ്ങൾ പരമാധികാരികളാണെന്ന് അറിയുന്നുണ്ടാണ്. ഇപ്പം തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അവരെ, തെറ്റെന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമായി ചെയ്തു എന്നുണ്ടെങ്കിൽ ഒന്നീ നിയമം മാറ്റി നവീകരിക്കേണ്ട പണി, അല്ലെങ്കിൽ ആ നിയമം ശരിയാണെന്ന് പൊതുബോധ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർ നവീകരിച്ച് തിരിച്ച് സമൂഹത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ളതാണ് ശിക്ഷ. അതുകൊണ്ട് ജയിലെന്നൊക്കെ പറയുന്നത് ഡിറ്റൻഷൻ, അവർക്ക് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്ത് സ്വയം നവീകരിച്ച് തിരിച്ചു വരുന്ന ഇടമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് കേൾക്കുന്നൊരു പുതിയ വിഷയമല്ല, മുമ്പേ ഉണ്ടായിരുന്ന കേട്ടോ, വീട്ടിലെ പ്രസവം. വീട്ടിൽ പ്രസവിക്കുന്നത് കൊണ്ട് മരണനിരക്ക് കൂടുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക് ഇപ്പോൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ. അതിൽ ഞാൻ വ്യക്തിപരമായിട്ട് അവിടെയുള്ള പല ആളുകളോടും സംസാരിക്കുമ്പോൾ മനസ്സിലായൊരു കാര്യം, നമ്മുടെ ശരീരം മറ്റൊരാൾ കാണുന്നു. അതായത് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ വേറെ ആളുകൾ കാണുന്നു. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പ്രസവിക്കുന്നത് എന്നുള്ളൊരു ന്യായമാണ് ഉണ്ടാവുന്നത്. എന്താണ് മൈത്രേനി വീട്ടിലെ പ്രസവത്തിൻ്റെ ഒരു കാര്യത്തിൽ സംസാരിക്കാനുള്ളത്? മെഡിക്കൽ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമായിട്ട് എല്ലാ പ്രസവവും ആശുപത്രിയിലെത്തുകയും
കൂടുതൽ പ്രസവങ്ങളും സെക്ഷൻ സിസേറിയനായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വിമർശനം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഉയർത്തുകയും പഠിക്കുകയും ചെയ്തിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് അതൊക്കെ അതിനകത്ത് ചില ന്യായങ്ങളുണ്ടെന്ന് കാണുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്രസവം വീടുകളിൽ ചെയ്യുന്നതാണ് ശരി, അത് നാച്ചുറലായിട്ട് ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ വായിക്കുകയും പഠിക്കുകയും, അങ്ങനെ കുട്ടി വെള്ളത്തിലാണ് കിടക്കുന്നത്, വെള്ളത്തിനകത്ത് കിടന്ന് പ്രസവിക്കുന്നതിനെ പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്ത് ഇഷ്ടമുള്ള ഒരാൾ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ന് നമ്മൾ മെഡിക്കലൈസ് ചെയ്തിട്ട് പരിചിതമല്ലാത്ത കുറച്ച് ആൾക്കാരുടെ നടുവിൽ പ്രസവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ജയശ്രീയെ കാണുന്നതിന് മുമ്പാണ് ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് പ്രസവം എടുക്കാനായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ബംഗ്ലാദേശിൽ സഫറുള്ള ചൗധരി എന്ന് പറഞ്ഞ അയാൾ ആണ് ഈ സാധാരണക്കാരായ സ്ത്രീകളെ, നമ്മൾ ഇന്ന് പതിച്ചി എന്ന് വിളിക്കുന്നവരെ, ഹൈജീനിക്കായിട്ട് എങ്ങനെ ഗ്രാമത്തിൽ പ്രസവിക്കാമെന്ന് പഠിപ്പിക്കുന്ന വലിയ ട്രെയിനിങ് കൊടുത്ത ഒരാളാണ്. വളരെ വളരെ പ്രസിദ്ധനാണ്, നിങ്ങൾ അറിയാവുന്ന പരിശോധിച്ച് നോക്കാം, സഫറുള്ള ചൗധരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അയാളുടെ അടുത്ത് പോയി ഞാൻ അയാളുമായിട്ട് കത്തിടപാടൊക്കെ നടത്തി അയാളുടെ അടുത്ത് പോയത് പഠിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ അത് പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. ആ പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ജയശ്രീയായിട്ട് പരിചയമാകുന്നതും ഞങ്ങൾ കൂട്ടുകൂടുന്നത്. അപ്പോഴാണ് മെഡിക്കലായ വശങ്ങളെ പറ്റിയുള്ള പഠനം. ഞാനിതൊക്കെ അന്നത്തെ ഞങ്ങളുടെ ഡേറ്റിങ്ങിൻ്റെ സമയത്ത് വലിയ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായ സ്ഥലങ്ങളാണിത്. അപ്പോൾ ഞാനിത് വളരെ ശക്തമായിട്ട് ഞാൻ പ്രസവം എടുക്കുക, അപ്പോൾ വീട്ടിൽ പ്രസവിക്കുന്നതിന് സഹായമായിട്ട് ഇപ്പോൾ പ്രണയമുള്ള ആൾ കൂടിരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ആശ്വാസമാകും എന്ന് കാണുന്ന വശമൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിനകത്ത് നിർദ്ദയമായി സ്ത്രീകൾ, ഞാൻ നഴ്സുമാരൊക്കെ നിർദ്ദയമായി പെരുമാറുന്നതായിട്ടൊക്കെ അനുഭവിക്കുന്ന കാര്യമൊക്കെ ഞാൻ വായിക്കും ഒക്കെ ചെയ്തിട്ടാണ് കൊണ്ട് ആ ഒരു അന്തരീക്ഷം മാറണം. അതുകൊണ്ട് അന്ന് SAT ഹോസ്പിറ്റലിലാണ് അവിടുത്തെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിനകത്ത്. ആ ഹോസ്പിറ്റലിനകത്ത് പുരുഷന്മാർക്ക് ഈ പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ അടുത്ത് നിൽക്കാനുള്ള ഒരു അവകാശം വേണം എന്നൊക്കെ ഉള്ളതിനകത്ത് ഞാൻ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പം ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ആ SAT ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ കാത്തു നിൽക്കുന്ന, എന്നാൽ ഈ അകത്ത് കയറാൻ സമ്മതിക്കത്തില്ല. ഇനി പുരുഷന്മാർ മുഴുവൻ മഴയത്ത് വെയിലത്ത് അവിടെ കിടക്കേണ്ടി വരും. അവർക്ക് ഇരിക്കാനും കിടക്കാനും സ്ഥലം പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് സമരമൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോഴാണ് ജയശ്രീയായിട്ട് കൂട്ടുകൂടുക. അപ്പോൾ ജയശ്രീ ഇതിൻ്റെ മറുവശം പറയുന്നുണ്ട്, ഇങ്ങനെ വേറെ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പക്ഷേ തീവ്രമായി ഞാൻ ഈ വശത്ത് നിന്ന് സമരം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ചെയ്യുമ്പോൾ ഞാൻ വയ്ക്കുന്ന ആർഗ്യുമെൻറ്റ്സും കാര്യത്തിനകത്ത് ന്യായമുണ്ട് എന്നുള്ളത് ജയശ്രീക്കും കാണാവുന്നതാണ്. പക്ഷേ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്നുള്ള നിലവാരത്തിൽ ഞങ്ങൾ രണ്ടുപേരും നടത്തുന്ന ആ ഡിസ്കഷന് മെഡിക്കോ സർക്കിൾ എന്ന് പറയുന്ന, അന്ന് ഈ മോഡേൺ മെഡിസിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഡിസ്കസ് ചെയ്ത് കുറച്ചുകൂടെ ചില അതിൻ്റെ എന്ന് കഴിഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്ന യുക്തിക്കകത്തേക്ക് പോകാതെ എങ്ങനെയാണ് കുറച്ചുകൂടെ മനുഷ്യത്വപരമായി ഇടപെടുന്ന മേഖല. ഒരു ഡോക്ടറുടെ മുന്നിൽ 100-150 പേഷ്യൻസാണ് ആശുപത്രിയിലെത്തുന്നത്. ഒരാളെ അവർക്ക് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾ ഇടപെടുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ ഇടപെട്ടു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ അവിടുത്തെ സൂപ്പറിന് റെപ്രസെൻറ്റേഷനൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ അവിടെ ഈ പുരുഷന്മാർക്ക് ഇരിക്കുന്നതിനൊക്കെ ഭയങ്കര സൗകര്യമുള്ള ഇന്ന് കിടക്കാനുള്ള സ്ഥലം എല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ അല്ലെന്ന് വിചാരിക്കരുത്. പക്ഷെ അന്ന് ആ പ്രോസസ്സിനകത്ത് ഞാനിങ്ങനെ പറഞ്ഞ് ഞാൻ ജയശ്രീയുടെ കൂടെ നിൽക്കാം. അപ്പോൾ ജയശ്രീ പറഞ്ഞ് നിങ്ങളീ പറയുന്നത് കൊണ്ട് ഇപ്പം നിങ്ങൾക്ക്, അപ്പോൾ ജയശ്രീ പറയുന്നത് മൈത്രേനെ എൻ്റെ കൂടെ അവിടെ വന്ന് നിൽക്കാനായിട്ട് പറ്റും. പക്ഷെ ഒരു ട്രെയിൻഡ് അല്ലാത്ത ഒരാൾ പ്രസവിക്കുന്ന ആ സന്ദർഭത്തിനകത്ത് ചോരയും സാധനവും എല്ലാം കണ്ടിട്ട് ബോധം കെട്ട് വീഴുന്നിടം തൊട്ടുള്ള സകല പ്രശ്നങ്ങളും ഉണ്ടാകും. അത് നിങ്ങളെങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത്? അപ്പം ഞാനാണ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വശം. നമ്മളതുവരെ ഈ സ്ത്രീ പ്രസവിക്കുന്നവർ വിഷമിക്കുന്ന വശമേ ഉള്ളൂ, അല്ലാതെ രക്തം കണ്ടാൽ തലങ്ങ തലവുറ്റി വീഴുന്ന ആളിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ മേഖലകളെ പറ്റിയൊക്കെ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഹൈജീനിനെ പറ്റി, അപ്പം ഒരു ഡോക്ടർ ആകാൻ വേണ്ടി എത്രയോ നാൾ പണിയെടുത്തിട്ടാണ് ഒരാൾ അവർ ഇത് ട്രെയിൻഡ് ആകുന്ന. ഒരു നഴ്സായി മാറുന്നതിന് ഒരു 3 വർഷം തൊട്ട് 5 വർഷത്തെ പണിയെടുത്തിട്ടാണ് അവരാകുന്നത്. ഇതൊന്നും ഇല്ലാത്ത ഒരാൾ ഒരു ദിവസം പ്രണയം കൊണ്ട് മാത്രം ഇതെല്ലാം മനസ്സിലാക്കി അവിടെ നിൽക്കുക, അങ്ങനെ പറ്റില്ല.
അപ്പോൾ അത് ജയിച്ചിട്ട് പറഞ്ഞപ്പോൾ അതിനകത്തൊരു ന്യായമാണ്. എനിക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്ത്. നമ്മുടെ നാട്ടിനകത്തെ ഒരു പുരുഷനെ അതിനകത്ത് കയറ്റി ചെയ്യുന്ന അവൻ്റെ പെണ്ണിനെ പ്രസവിക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ള പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നതായിരിക്കും അതിനകത്ത് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെപ്പറ്റി ആലോചിച്ചാൽ നമുക്ക് കൂടി പോകും. ഇത് മുഴുവനും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ ആ ഏരിയ വിട്ട് അപ്പോൾ ജയശ്രീ പറഞ്ഞ് മാത്രമല്ല 100-ൽ ഒരാളെങ്കിലും ബ്ലീഡിങ് കൊണ്ട് ചത്തൊക്കെ പോകും, നല്ല സാധ്യതയാണ്. ആ സമയത്ത് വീട്ടിൽ നിന്ന് അവിടുന്ന് ഈ ആശുപത്രിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് പാടാണ്. അതുകൊണ്ട് പ്രസവം ഹോസ്പിറ്റലിൽ ചെയ്യുകയും അത് ഏറ്റവും ഹ്യൂമനായി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ മേളിലാണ് പണിയെടുക്കേണ്ടത്. അല്ലാതെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നല്ലതല്ല എന്നുള്ള നിലപാട്. അപ്പോൾ അത് പിന്നെ ഞാൻ അതിനെ പഠിക്കുകയും എടുക്കുകയും ചെയ്ത സമയത്ത് ആ ഏരിയ, കാരണം ഈ ഹൈജീനായി ഇരിക്കുക എന്ന് പറയുന്നത് സ്റ്റെറൈലായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കുന്നതിന് ഒരു എമർജൻസി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ആ സമയത്ത് നമ്മൾ എത്ര വിചാരിച്ചാലും, അപ്പോൾ പണ്ട് കാലത്ത് കുട്ടി ജനിക്കുക എന്ന് പറയുന്നത് അമ്മയുടെ മരണത്തിന് വലിയ കാരണമായി മാറുന്ന ഒത്തിരി കാര്യങ്ങൾ. പിന്നെ നമ്മൾ ബയോളജിയെ പറ്റി ഒത്തിരി പഠിക്കുകയൊക്കെ ചെയ്യും, എവല്യൂഷണറി ആയിട്ടുള്ള ഈ പ്രോസസ്സിനെ പറ്റി പഠിക്കുകയോ ചെയ്തപ്പോൾ തല വലുതായി പോയാൽ എന്തായിരുന്നു വരുന്ന പ്രശ്നം, ഇതൊക്കെ നമ്മൾ പ്രിമേച്ചറായ പ്രസവമാണ് മനുഷ്യരുടേതെന്നൊക്കെ ഞാൻ തിരിച്ചറിയുന്ന ഒത്തിരി ഏരിയകളുണ്ട്. ഞാൻ അപ്പോൾ ആ വശത്തോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ജയശ്രീ പ്രസവിക്കുന്നത് ഹോസ്പിറ്റലിൽ തന്നെ ആകുകയും ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെ പുറത്ത് വായും പൊളിച്ച് കാത്തു നിൽക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ടായി. കുഞ്ഞുണ്ടായി. അതിനുശേഷം പക്ഷെ കുഞ്ഞിനെ പരിചരിക്കുന്നതിന് ഒരു പുരുഷന് പഠിച്ച് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഞാൻ മുഴുവൻ സമയവും ചെയ്തിട്ടുള്ള ആളാണ്. കാരണം അതൊന്നും അല്ല, പക്ഷെ പ്രസവം വീട്ടിൽ വേണ്ട എന്നുള്ള നിലപാട് തന്നെ എനിക്കുള്ളത്. അത് സ്ത്രീകളുടെ ശരീരം വേറെ ആരെങ്കിലും കാണുന്ന കുഴപ്പമാണ് എന്ന് വിചാരിക്കുന്നത് പുരുഷന്മാരുടെ പ്രശ്നം മാത്രമാണ്. അതൊരു പുരുഷ മേധാവിത്വപരമായ സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. സ്ത്രീകൾ വസ്തുക്കളാണെന്ന് വിചാരിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് എല്ലാ സ്ത്രീകളും ഈ വസ്ത്രമൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എല്ലാവരും പ്രസവിച്ചിരുന്നല്ലേ, അന്ന് വേറെ ആരും കാണാതെ. അതിൽ അവരെ ഉയർത്തുന്ന ഒരു മറുവാദം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളൊക്കെ പ്രസവിക്കുന്നുണ്ടല്ലോ, അത് നോർമലായിട്ട് സംഭവിക്കുന്നു. അതാ പറഞ്ഞ നോർമലായിട്ട് സംഭവിക്കുന്നില്ല, മരിച്ചു പോവും. മരിച്ചു പോവും. അത് മൃഗങ്ങളെല്ലാം ആരോഗ്യത്തോടെ ഇരിക്കുകയാണെന്ന് ആൾക്കാർ ആർഗ്യൂ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അത് അല്പമെങ്കിലും അസുഖമുള്ള ഒരു മൃഗത്തിനെ മറ്റു മൃഗങ്ങൾ തിന്നുന്ന വഴിയാണ് എല്ലാവരും ആരോഗ്യമുള്ളവരായിട്ടിരിക്കുന്നത്. വയസ്സായ ഒരു മൃഗത്തിനെയും ലോകത്ത് കാണത്തില്ല. നമ്മൾ വളർത്തുന്ന പട്ടിയോ നമ്മൾ വളർത്തുന്ന ആനയോ നമ്മൾ വളർത്തുന്ന കുതിരയോ വയസ്സാകത്തുള്ളൂ. വയസ്സായ ഒരു ജീവിയെയും കാട്ടി കാണത്തില്ല. മുടന്തുന്ന ഒരു ജീവിയെയും കാട്ടി കാണത്തില്ല. അതിനെല്ലാം വേറെ ജീവികൾ തിന്നുപോകും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവരെല്ലാം ആരോഗ്യത്തോടെ ഇരിക്കുന്നല്ല, ആരോഗ്യമുള്ളവരെ ജീവിച്ചിരിക്കത്തുള്ളൂ എന്നുള്ളതുണ്ടാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രസവിക്കുന്ന സമയത്ത് കാട്ടിൽ സുഖകരമായി പ്രസവിക്കുന്നതായിട്ടല്ല, കടുവ വന്നാൽ ആ പ്രസവവുമായി ഓടി ചത്തുപോവുക എന്നുള്ളത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം അതൊക്കെ നമ്മൾ അറിയണം. അതുകൊണ്ട് കടച്ച് കിടക്കുമ്പോൾ കൊതുകും കടുവയും വരാതിരിക്കുന്ന സമയത്താണ് നമ്മൾ വയസ്സായവരായ മാറിയത്. അതുകൊണ്ട് കഥകും പെരയും ഉണ്ടായതിനു ശേഷമേ വയസ്സൊരു ലോകത്ത് നീണ്ടു ജീവിച്ചിട്ടുള്ളൂ. അല്ലാതെ ഈ കാട്ടിനകത്ത് വയസ്സന്മാർ നീണ്ടു ജീവിക്കത്തില്ല. ഇത്രയും അറിയണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ വിഷയവിവരം ഇല്ലാത്തതുകൊണ്ടാണ്, ലോകത്തിനെ പറ്റിയിട്ട് അറിവില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. അത് മതവിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമല്ല, വിവരം കെട്ട് മതവിശ്വാസം എന്ന് പറയുന്നത് വിവരക്കേടിൻ്റെ കുഞ്ഞ് ഒരു സംഘബോധമാണ്. വിവരക്കേട് ഒന്നിച്ചു ചേർത്താൽ അതിനെയാണ് മതം എന്ന് പറയുന്നത്. അത് മനുഷ്യനെ നിയന്ത്രിക്കാനും മറ്റുള്ളവർക്ക് ഭരിക്കാനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അല്ലാതെ മനുഷ്യത്വപരമായി ഉണ്ടായതല്ല. അത് കൃത്യമായിട്ട് നമ്മൾ അറിയണം. മതമെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അടിമകളെ എങ്ങനെ മെരുക്കി അടിയാളരാക്കി അതിനുശേഷം പ്രജകളാക്കി മാറ്റുന്നതിനെയാണ് മതം എന്ന് പറയുന്നത്. വിശ്വാസങ്ങളൊക്കെ അങ്ങനെയല്ല, വിവരമില്ലായ്മയെല്ലാം വിശ്വാസമായിട്ട് മാറും. അത് മനുഷ്യർ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അത് മതമല്ല. അത് ആ വിശ്വാസങ്ങളെയൊക്കെ മതം ഉപയോഗിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യമാണ്. പക്ഷെ മതം എന്ന് പറയുന്നത് രാജാക്കന്മാർ മറ്റുള്ളവരെ അടിമകളായവരെ അടിയാളരാക്കി പ്രജകളാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്കാണ് മതം എന്ന് പറയുന്നത്. അത് ആ വിശ്വാസങ്ങളും സാധനങ്ങളും എല്ലാം കൂടെ വെച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളെ പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. അല്ലാതെ സ്ത്രീകളുടെ ശരീരം നഗ്നത മറ്റുള്ളവർക്ക് കാണുന്ന, അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഇവിടെ
തോർത്തില്ലാതെ കുളിക്കാൻ പറ്റും. പക്ഷെ സ്ത്രീകൾ ഇവിടെ ഈ ഈ തോടുകളിലെല്ലാം സ്ത്രീകൾ കുളിച്ചിരുന്നതാണ്. എൻ്റെ കുട്ടിക്കാലത്ത് കുളിച്ചിരുന്നതാണ്. ഇപ്പൊ പറ്റില്ല. എത്താത്തോർത്ത് മുലക്കച്ച കെട്ടി എന്ന് പറഞ്ഞിട്ട് വയലാറ് കവിത എഴുതിയിട്ടുണ്ടല്ലോ. അന്ന് തോർത്തിന് വീതിയില്ല, എത്രയും വില കുറയ്ക്കണമെങ്കിൽ എത്രയും കുറയ്ക്കും. എന്നിട്ട് അത് മാറിലും താഴെയറ്റം വരെ അതാണ് എത്താത്തോർത്ത് മുലക്കച്ച കിട്ടി എന്ന പ്രയോഗം തന്നെ വന്ന അങ്ങനെ കുളിച്ചുകൊണ്ടിരുന്ന പെണ്ണുങ്ങൾക്ക് ഇന്ന് പർദ്ദ ഒരു റോഡിൽ നടക്കാൻ പറ്റാതായിട്ടുണ്ട്. സാരി കൊടുത്തിട്ടല്ലേ നിങ്ങൾ ഈ കടലിൽ ഇറങ്ങുന്നത്? നിങ്ങൾ ബിക്കിനി ഇട്ട് കടലിൽ ഇറങ്ങിയിട്ടുണ്ടോ? നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളെ കുറച്ചാക്കാനൊന്നും അല്ല, വസ്ത്രത്തിൽ കുടുങ്ങിപ്പോയവരാണ്. ഇത്രയും മനസ്സിലാക്കണം. വസ്ത്രം നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ ഇഷ്ടം കൊണ്ട് ഉപയോഗിക്കുന്നതായിട്ടല്ല, അതെ വസ്ത്രത്തിൽ കുടുങ്ങിപ്പോയ ഒരു ജനതയാണിത്. അങ്ങനെയാണ് ശരീരം വൃത്തികെട്ടതായതുകൊണ്ടാണെന്നൊക്കെ വിചാരിക്കുന്നത്, നാണം വരുന്നതെന്നൊക്കെ പറയുന്നത്. ഇതൊന്നും അല്ല, ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്, ജീവിത സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ടതാണ് വസ്ത്രങ്ങളൊക്കെ. ഇതിനകത്തൊക്കെ കുടുങ്ങിപ്പോയ ഒരു ജനത പറയുന്നതാണ്, അതൊന്നും വിവരം ഉണ്ടായതാണെന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാൻ പാടാം. അതുകൊണ്ട് എല്ലാ പ്രസവവും ആശുപത്രി തന്നെ ആയിരിക്കണം. അത് കൃത്യമായിട്ട് ആരോഗ്യകരമായ രീതിയിൽ ആശുപത്രിയിൽ പ്രസവിച്ചാലും 1,00,000-ൽ ഒരു 10-15 പേരെങ്കിലും മരിക്കും. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയും അപകടകരം. പക്ഷേ അതിന് പുറത്താണെന്നുണ്ടെങ്കിൽ 50-100-നും 500 പേര് വരെ മരിച്ചു പോകുന്നതാണ് വടക്കേ ഇന്ത്യയിലെ പ്രസവങ്ങൾ. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറച്ചതും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും കുറച്ചതും ഒക്കെ നമ്മൾ ഈ ആശുപത്രിയിൽ എത്തിച്ചേരും. പക്ഷേ മെഡിക്കലൈസേഷൻ എന്ന് പറയുന്ന ഈ പ്രൈവറ്റ് ആശുപത്രികൾ നടത്തുന്ന കൊള്ളയ്ക്ക് ഇതിന് കാരണമായിട്ട് ഇത് വശം നിൽപ്പുണ്ട്. അത് ഞാൻ മറക്കുന്നില്ല. അത് വേറൊരു പ്രശ്നമാണ്, അത് തമ്മിൽ കൂട്ടിക്കൊടുക്കരുത്. മെഡിക്കൽ നോളജ് എന്ന് പറയുന്നത് അത് ഉപയോഗിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് കണ്ടുപിടിക്കുന്നതും 2 കാര്യമാണ്. അത് മെഡിക്കൽ ഇഷ്യൂ ആണ്. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും ആശുപത്രിയിൽ തന്നെ പ്രസവിക്കുകയും വേണം. അത് ഏറ്റവും മനുഷ്യത്വപരമായിട്ട് കൂട്ടത്തിൽ പരിചയമുള്ള ഒരാൾ അവിടെ എത്താവുന്നതാണ്. ഇതൊക്കെ കുറച്ച് പഠിക്കുകയും എടുക്കുകയും ചെയ്യുകയും തലകറങ്ങി വീഴാത്തവരുമാണെങ്കിൽ അവരുടെ കൂടി ഇരിക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് മെഡിക്കൽ നോളജ് നേടി വീടിനകത്ത് നഴ്സിനാകാൻ കഴിവുള്ളവരെ കൂടുതൽ വരെ ഉണ്ടാകുക, പ്രൈമറി ആയിട്ടുള്ള ഹെൽത്തിനെ പറ്റിയുള്ള ധാരണ ഉണ്ടാകുക, ഈ ഫസ്റ്റ് എയ്ഡുകൾ പഠിക്കുക എന്ന് പറയുന്നതൊക്കെ കോമൺ നോളജായി സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി. അത് പഠിപ്പിക്കുന്നത് വഴിയാണ് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാസമ്പന്നരായ ഒരു സമൂഹ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഈ പറയുന്ന മെഡിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ്റെ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും. ഈ എപ്പോഴെങ്കിലും ദൈവമേ അല്ലെ ഈശ്വര എന്നൊക്കെ വിളിക്കേണ്ടി വന്നിട്ടുണ്ടോ ജീവിതത്തിൽ? അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും അറിവില്ലാത്ത ഈ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവുന്നതിന് മുമ്പ്? ഞാൻ ദൈവമേ എന്ന് വിളിച്ചിട്ടുള്ളത് പഠിക്കുകയൊക്കെ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ, ഞാൻ ഗുരുകുലത്തിൽ പോയി പഠിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ കുറച്ച് വിളിച്ചിട്ട്, അത് നാരായണ ഗുരുവിൻ്റെ കവിത തന്നെയായിരുന്നു, ദൈവമേ കാത്തുകൊള്ളുക എന്ന് പറഞ്ഞ് പാടുന്ന സമയത്ത് ദൈവമേ എന്ന് വിളിക്കാതെ പറ്റത്തില്ല. പക്ഷേ ജീവിതവും ജീവനും മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായ ആ സമയം തൊട്ട് ഞാൻ വിളിച്ചിട്ടില്ല. ഇനി അത് കാല് തട്ടി വീണാലും വരത്തില്ല. ഇപ്പോൾ അറിയാതെ അയ്യോ എന്ന് വിളിക്കുന്നത് പോലെ വിളിയില്ല. അത് അമ്മയെന്ന് പോലും വിളിക്കുന്നില്ല, അമ്മയൊന്നും വിളിക്കാറില്ല, അങ്ങനെ വിളിക്കാറില്ല. അത് ആ എക്സ്ക്ലമേഷൻസ് ഒക്കെ തന്നെ വളരെ കോൺഷ്യസ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഒരു വിളിയില്ല, അറിയാതെ തന്നെയുള്ള വിളികളില്ല. മനസ്സിനെ ഭയങ്കര ട്രെയിൻഡ് ആക്കി അല്ല, മനസ്സിലായി പോയത് കൊണ്ടാണ്. മറ്റേ നമ്മളത് എങ്ങനെ ഇത് മനസ്സിലായി പോയത് കാരണം കൊണ്ട് അങ്ങനെ ഒരു വിളി വരാറില്ല. പിന്നെ ഞാൻ ആ ആളുകൾ പറയുന്ന നിലവാരത്തിൽ ഡിസ്ട്രസ്ഡ് ആകാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ സമാധിയുള്ള ആളാ. എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിനകത്ത് ഇരിക്കുന്ന ഏരിയയാണ് കൂടുതൽ. പക്ഷെ ഇപ്പം മറവിയൊക്കെ വരുമോ, ബ്രെയിനിന് കുറച്ചുകൂടെ കുഴപ്പമൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഈ സമാധി പോയെന്നും വരും. നല്ല സാധ്യത. അല്ലെങ്കിൽ സമാധിയാണ്. കാരണം ഒരു സന്ദർഭത്തിനകത്ത് സമചിത്തതയോടിരിക്കാനുള്ള കഴിവിനെയാണ് സമാധി എന്ന് പറയുന്നത്.
അത് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള ഒരു സമാധി നേടിയവർക്ക് മാത്രമാണ് മരിക്കുമ്പോഴും ഉള്ളത്. മരണവും സമാധിയാവുമെന്ന് വിശ്വസിക്കുന്നു. സമാധിയാകുക എന്നുള്ള അർത്ഥമൊന്നും അല്ല, അത് അർത്ഥമില്ലാത്ത വാക്കുകൾ അതല്ല. അതെങ്ങനെയാണെന്ന് പറയുകയാണ്. ഒരു വളരെ വിക്ഷോഭം ഉണ്ടാക്കുന്ന ക്ഷോഭകരമായ ഒരവസ്ഥയിൽ അതിനെ നമുക്ക് അതിൻ്റെ വരുംവരായികളെ പറ്റി മനസ്സിലാക്കി പെരുമാറാൻ കഴിവിനെയാണ് സമാധി എന്ന് പറയുന്നത്. അത് ജീവിച്ചിരിക്കുമ്പോൾ സംഭവിച്ച ആളിന് മരിക്കുന്ന സമയത്തും അത് ചെയ്യും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആയ ആളുകളെല്ലാം സമാധിസ്ഥരായി എന്ന് പറയുന്ന അത്രേ അർത്ഥമുള്ളൂ. അവരാ പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ ഞാൻ സമാധിയിലാണെന്നാണ് ഞാനീ പറഞ്ഞത്. എന്നെ അങ്ങനെ ഇളക്കാനൊന്നും നോക്കത്തില്ല. എനിക്ക് ഞാൻ ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇളകും. എനിക്ക് അങ്ങനെ അത് ചെയ്യാനറിയാം. ക്ഷോഭം ആവശ്യമുള്ളതാണെന്ന് അറിയുന്ന ആളാണ്, പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് അറിയാം. എല്ലാ ഇമോഷനും നമുക്ക് അനുകൂലമായി പ്രയോഗിക്കേണ്ടതാണെന്ന് അറിയുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഉപയോഗിക്കും. അല്ലാതെ ആളുകളുടെ മുമ്പിൽ സമചിത്തതയോടിരിക്കുന്ന ആളാണെന്ന് അഭിനയിക്കുന്ന ആളല്ല. ക്ഷോഭിച്ച് പലപ്പോഴും മൈത്രൻ സംസാരിക്കുമ്പോൾ ക്ഷോഭിച്ച് പലപ്പോഴും കാണുന്ന രീതിയിലാണ് ആളുകൾ. ഞാനത് ക്ഷോഭിക്കുന്നതാണ്, അത് ക്ഷോഭ ആവശ്യമാണെന്ന് അറിയുന്നതുകൊണ്ടാ. അത് കാരണം കൊണ്ട് ഞാൻ ആളുകളെ ആരെങ്കിലും ഓടി നടന്ന് അടിക്കുകയോ ഉപദ്രവിക്കുന്നോ കണ്ടിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. അത് ചെയ്യാറില്ല. പകയോടെ പെരുമാറത്തില്ല. അതെനിക്ക് നിയന്ത്രിക്കാനറിയാം. പക്ഷേ എന്നെ ആളുകൾക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കാൻ നോക്കിയാൽ ഞാൻ ക്ഷോഭിക്കും. അപ്പോഴാണ് ക്ഷോഭിക്കുന്നത്. അത് ചെയ്യേണ്ട പണിയാണെന്നുള്ള നിലപാടായിരിക്കുള്ളത്. അത് ഞാൻ സാധാരണ ആൾക്കാരോട് പറയുമ്പോൾ അത് പറയുന്ന ഒരു കാര്യമാണ്. മീനെ പിടിക്കുമ്പോൾ അത് കുത്തുകൾ, അത് രക്ഷപ്പെടാനാണ്. അതിനെ പിടിക്കാൻ നോക്കുമ്പോഴത് കുത്തുന്നത്, അല്ലാതെ മീൻ ഓടിച്ചിട്ട് കുത്താറില്ല. അപ്പോൾ എന്നെ പിടിക്കാൻ നോക്കിയാൽ ഞാൻ കുത്തും. അത് എൻ്റെ റെസിസ്റ്റൻസിൻ്റെ സ്ഥലമാണ്. അത്രയും ഞാൻ ചെയ്യും. ഓക്കെ, നല്ലൊരു സംഭാഷണം. കുറേ നേരമായി തോന്നുന്നു. സമയം പോയത് അറിഞ്ഞില്ല. കുറേ വിഷയങ്ങൾ സംസാരിച്ചു. ആയിക്കോട്ടെ, വളരെ സന്തോഷം. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.